ഹായ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ വന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെയിൽസ് എങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാമെന്നുള്ള ഒരു 3-4 ടെക്നിക്കുകളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒത്തിരി നീട്ടുന്നില്ല. നമ്മളിന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസിൽ എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് ഫസ്റ്റ് കസ്റ്റമർ പോയിട്ട് അവരെ തന്നെ തിരിച്ച് നമ്മുടെ ഷോപ്പിലേക്ക് പർച്ചേസിന് കൊണ്ടുവരുന്ന കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങളാണ് ഞാനിന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയൊരു ഷോപ്പായാലും നമ്മൾ തുടങ്ങുന്നതായാലും അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയാലും സെയിൽസ് എക്സിക്യൂട്ടീവ് ആയാലും എന്തായാലും നമ്മൾ ചെയ്യുന്ന എന്ത് ജോബായാലും നമ്മൾ ഔട്ട് സൈഡിൽ ക്യാൻവാസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കസ്റ്റമർ ആയാലും ഷോപ്പിൽ വരുന്ന ഒരു കസ്റ്റമർ ആയാലും എങ്ങനെ ഡീല് ചെയ്യണം, എങ്ങനെ അവരെയും കൊണ്ട് ഐറ്റങ്ങൾ പ്രൊഡക്റ്റ് കൂടുതൽ എടുപ്പിക്കുക, സെയിൽ ചെയ്യിപ്പിക്കുക, സെയിൽ ടാർഗറ്റ് ഉയർത്തുക, അങ്ങനെയുള്ള കുറച്ച് ടെക്നിക്കുകളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഷോപ്പിൽ നമ്മൾ ആദ്യമായിട്ട് പോകുന്നു, ഫസ്റ്റ് ടൈമിൽ പോകുന്നു. നമ്മളിതുവരെ ആ ഷോപ്പിൽ പോയിട്ടില്ല, നമ്മളൊരു ഫസ്റ്റ് ടൈമിൽ ഒരു ഷോപ്പിൽ പോകുന്നു. അപ്പോൾ ഷോപ്പിൽ നമ്മൾ കയറുമ്പോൾ ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽസ് വീടോ എടുക്കാം. നമുക്കൊരു സൂപ്പർ മാർക്കറ്റ് തന്നെ എടുക്കാം. അവിടെ ആകുമ്പോൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള ഐറ്റങ്ങളുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഏതൊക്കെ സാധനങ്ങളായിരിക്കുന്നത്, എവിടെയൊക്കെയാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് കൺഫ്യൂസ് ആണ്. അപ്പോൾ നമ്മൾ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ നോക്കും. ഒന്നീ അവർ യൂണിഫോമിൽ സ്റ്റാഫുകൾ കാണും, എന്നുണ്ടെങ്കിൽ കളർ ഡ്രസ്സിൽ ആരെങ്കിലും കാണും. ഓക്കെ, നമുക്ക് അന്നേരം കാഴ്ചയിൽ ഒരാളെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇവിടുത്തെ ആളാണോ സ്റ്റാഫാണോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ ഓക്കെ, ഞാൻ ഇവിടുത്തെ സ്റ്റാഫാണ് മാഡം. ഓക്കെ, എനിക്ക് ഈ സാധനം വേണം, ഈ പുട്ടുപൊടി എവിടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ അരി എണ്ണ ഇവിടെ ഇരിക്കുന്നത്, അല്ല തേങ്ങ എവിടെ ഇരിക്കുന്നത്, അവർ ചോദിക്കും, ഓട്ടോമാറ്റിക്കായിട്ട് ചോദിക്കും അല്ലേ. അവർ ചോദിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണോ അവർ വരുന്നത്, ഫസ്റ്റ് ടൈമാണോ. ഓക്കെ, ഇപ്പോൾ ഒരാളടുത്ത് ചോദിച്ചു, നമ്മൾ അവരെയും കൊണ്ട് ആ തേങ്ങ ഇരിക്കുന്നിടത്തോ അല്ല അരി ഇരിക്കുന്നിടത്തോ കൊണ്ടുപോയി കഴിയുമ്പോൾ അവർ ചോദിക്കും ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്. അരിയാണെങ്കിൽ ഇത് പെട്ടെന്ന് വേവുന്ന അരിയാണോ, ഇത് ഏത് കമ്പനിയാണ്, എങ്ങനെയുണ്ട്, ഇത് വേവ് കൂടുതലാണോ കുറവാണോ, തേങ്ങ അങ്ങനെയുള്ള എന്തെങ്കിലും ആണെങ്കിൽ, അത് പുട്ടുപൊടി അങ്ങനെയുള്ള ഐറ്റങ്ങൾ എന്തെങ്കിലും ആണെങ്കിൽ ചോദിക്കുക എങ്ങനെയുണ്ട്, സോഫ്റ്റാണോ, ഇത് എങ്ങനെയുണ്ട്. അപ്പോൾ അവരെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഇതെടുത്തു കഴിഞ്ഞാൽ ഇത്ര ലാഭമുണ്ട്, 2 kg ഒറ്റ പീസ് എടുത്താൽ ഇത്ര ലാഭമുണ്ട്, പിന്നെ 2ആയിട്ട് എടുക്കുന്നവരുമുണ്ട്, 1 kg ആയിട്ട് എടുക്കുന്നവരുണ്ട്. അപ്പോൾ അത് താരതമ്യപ്പെടുത്തി നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ റെസ്പോൺസ് എങ്ങനെയാണോ അതുപോലെ നമുക്കന്നേരം മനസ്സിലാവും. കാരണം നമ്മുടെ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കാനും തിരിച്ച് അവർ ഇങ്ങോട്ട് പറയുമ്പോൾ നമുക്കതിനനുസരിച്ച് അവർക്ക് ചെയ്തു കൊടുക്കാനും പറ്റുന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഇത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവരുടെ കൂടെ നിൽക്കുക. നമ്മുടെ കൂടെ അവിടെ നിൽക്കാൻ സമയമില്ലെങ്കിൽ നമ്മളൊരു സ്റ്റാഫിനെ അറേഞ്ച് ചെയ്ത് അവരുടെ കൂടെ കൊടുത്തിട്ട് അവരുടെ സീക്രട്ടുകൾ ആ സ്റ്റാഫിൻ്റെ അടുത്ത് പറയുക. നമ്മൾ എന്ത് പ്രൊഡക്റ്റ് അവരെക്കുറിച്ച് പരിചയപ്പെടുത്തിയാൽ അതിൻ്റെ ഇത് പറഞ്ഞാലും ഗുണങ്ങൾ പറഞ്ഞാൽ അവരത് എടുക്കും. പിന്നെ ആ സ്റ്റാഫിൻ്റെ കഴിവാണ്, മനസ്സിലായില്ലേ. ആ സ്റ്റാഫാണ് പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഒരു ഐറ്റത്തിൽ അവർ പോകുമ്പോൾ അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷനും കാര്യങ്ങളും നല്ല അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും എല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവരെ അത്രത്തോളം അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. അവരെല്ലാ കാര്യങ്ങളും സ്റ്റാഫ് അന്വേഷിച്ച് കാര്യങ്ങളെല്ലാം ക്ലിയറാക്കി പ്രോഡക്റ്റ് ഒരുമാതിരി എടുപ്പിക്കുന്നുണ്ട്, മനസ്സിലായില്ല. അന്നേരം അവർക്കും ഒരു ഇൻട്രസ്റ്റ് തോന്നും. കാരണം എൻ്റെ കാര്യത്തിൽ ഞാൻ എടുക്കാൻ വന്ന സാധനത്തിൽ കൂടുതലും അവർ ഇത് ചെയ്യുന്നുണ്ട്, കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട്, മനസ്സിലായില്ലേ. അപ്പോൾ അവർക്ക് ഒത്തിരി അടുപ്പം തോന്നും, മനസ്സിലായില്ലേ. അങ്ങനെ അവർ കുറച്ച് സാധനങ്ങൾ എടുക്കും. നമ്മളൊരാളെ കൂടെ നിൽക്കുകയും പിന്നെ നമ്മൾ ഒരു മാനേജർ അല്ലെങ്കിൽ സൂപ്പർവൈസർ പോസ്റ്റ് നിൽക്കുന്നവരാണെങ്കിൽ റൗണ്ട് അടിക്കുന്നുണ്ട്. ഇടയ്ക്ക് നമ്മൾ ഇവിടെ പോയി ചെക്ക് ചെയ്യണം. കാരണം മേഡം എല്ലാം എടുത്തോ, അല്ലെങ്കിൽ സാറേ എല്ലാം എടുത്തോ, ഇനി എന്തെങ്കിലും ഉണ്ടോ കിട്ടാൻ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോയി എല്ലായിടവും നോക്കണം, എല്ലായിടവും കവർ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ഒരു 10 കസ്റ്റമർ വന്നാൽ അതിലൊരു 5 കസ്റ്റമറെ നമ്മൾ പിടിച്ചിട്ടാൽ മതി. ബാക്കി 5 പേര് നോർമലായിട്ട് എടുത്തിട്ട് കുഴപ്പമില്ല. പക്ഷേ 5 പേരിൽ നമ്മൾ ഈ 10 പേരുടെ കസ്റ്റമറുടെ ഇമ്പ്രൂവ്മെൻറ്റും ടാർഗറ്റും അച്ചീവ് ചെയ്യണം, മനസ്സിലായില്ലേ. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യാം. അപ്പം അത് കഴിഞ്ഞാൽ അത് കുറച്ച് കാര്യങ്ങളെല്ലാം അവരെടുത്ത് അതിനെക്കുറിച്ച് സംസാരിച്ച് അതിൻ്റെ ഗുണനിലവാരങ്ങൾ പറഞ്ഞു കൊടുത്ത് വിലകൾ തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു കൊടുത്ത് എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ അവർക്ക് കൂടുതലായിട്ട് തോന്നും, കൊള്ളാം, കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളും പറഞ്ഞാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ അവരുടെ പ്രൊഫഷൻ ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് വെജിറ്റബിളിലോട്ട് പോകണം. വെജിറ്റബിളിൽ ചെന്നിട്ട് അവർ
എന്തോ ഇപ്പോൾ ആ ഒരു പഴമായാലും 1 കിലോ പഴമായാലും 1 കിലോ പാവയ്ക്കായാലും എടുക്കുമ്പോൾ നമ്മൾ അടുത്തുള്ള ചോദിക്കുക, അടുത്ത് എന്തൊക്കെ സാധനങ്ങൾ ഇരിക്കുന്നോ അത് ഫുള്ള് ചോദിക്കുക. മാഡം അതൊന്നും അത് മതിയണോ, പാവയ്ക്കുണ്ട് ഫ്രഷാണ്, ഇന്ന് രാവിലെ വന്നതാണ്, മാങ്ങയുണ്ട് ഇന്ന് ഫ്രഷാണ്, ചീര വന്നത് പച്ചച്ചീരയുണ്ട്, ചുവപ്പ് ചീരയുണ്ട്, ഇന്ന് വന്നതാണ്, നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യുന്നതാണ്, പാവയ്ക്ക വീട്ടിലുള്ളതാണ്, കോവയ്ക്ക വീട്ടിലുള്ളതാണ്, നമ്മുടെ ഇതിൽ തന്നെ വീട്ടിലുള്ള സാധനമാണ്, എന്നാൽ പിന്നെ 1/2 കിലോ അതെടുത്ത് ഇങ്ങനെ പറഞ്ഞ് നമ്മൾ എടുപ്പിക്കണം. അവർ 1 കിലോ പഴത്തിനായിരിക്കും അവർ വന്നത്. 1 കിലോ പഴം മേടിച്ചിട്ട് പൊക്കോ, വേറെ അവരുടെ അടുത്ത് നമ്മൾ ആരും ഒന്നും ചോദിക്കില്ല. വേറെ എന്ത് വേണമെന്ന് നമ്മൾ ചോദിക്കണം, നമ്മൾ വാ വിട്ട് ചോദിക്കണം. കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ല ചട്ടി, അത്രേ ഉള്ളൂ. നമുക്ക് ചോദിക്കുന്നതിനല്ല, സ്മൈൽ ചെയ്തോണ്ട് മാഡം ഫ്രഷ് കോവയ്ക്കുണ്ട്, ഫ്രഷ് പാവയ്ക്കുണ്ട്, ഫ്രഷ് ഇതുണ്ട്, ചീരയുണ്ട്, എടുക്കട്ടാ 10 രൂപയേ ഉള്ളൂ പറയുമ്പം അറിയാ ചീര ഫ്രഷാണോ, ഇന്ന് എവിടെ ഉണ്ടാക്കുന്നതാ, അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്നതാണോ അതോ വെളിയിൽ നിന്ന് വരുത്തുന്നതാണോ, അല്ല നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യുന്നതാണ്, എന്നാൽ ഒരു പിടി എടുത്തോ. അപ്പോൾ പഴമായി ചീരയായി, മനസ്സിലായില്ല. അപ്പം നമ്മൾ പറയണം. ഈ മിക്കവാറും ഉള്ള ഷോപ്പുകളിലായാലും എന്തുമായാലും ഇപ്പം നമ്മൾ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ പോയി എടുക്കുമ്പോൾ അവർ ചോദിക്കുന്ന സാധനം മാത്രമേ കൊടുത്തു വിടൂ. വേറെ അവിടെ ഇരിക്കുന്ന ഒരു സാധനം അവർക്ക് വേണമെന്ന് പോലും ആരും വിട്ട് തുറന്ന് ചോദിക്കാറില്ല. അതുകൊണ്ടാണ് അവിടെ എല്ലാം സെയിൽ കുറവ് വരുന്നത്. കാരണം ഒരു കസ്റ്റമറെ നമ്മൾ അത്രമാത്രം നമ്മൾ കെയർ ചെയ്ത് അവരുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അത് ചെയ്യുമ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷം തോന്നും. കാരണം എന്നെ അത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, നമ്മുടെ എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തരുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷം തോന്നും, എന്നെ ഇത്രമാത്രം കെയർ ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു ചോദ്യം. പിന്നെയും അവർ നമ്മളുടെ അടുത്ത് തന്നെ വരത്തുള്ളൂ, നമ്മളെ തന്നെ തിരക്കി വരും. ആ ഒരു ഷോപ്പിൽ വരുമ്പോൾ ഇന്നയാൾ തിരക്കിയിട്ടേ വരത്തുള്ളൂ, മനസ്സിലായില്ലേ. അപ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യവും അവർ വരുമ്പോഴും നമ്മളെ തന്നെ തിരക്കും, ഇന്നയാളെന്തി, പുള്ളിയെ ഒന്ന് വിളിക്കാമോ, പിന്നെ നമ്മൾ അതിനനുസരിച്ച് ചെയ്യും. അങ്ങനെയാണ് കസ്റ്റമറെ തിരിച്ച് നമ്മുടെ ഷോപ്പിലേക്ക് വരുത്തുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഡെലിവറി. നമുക്ക് ഓൺ ഷോപ്പുകളിൽ ഡെലിവറി കാര്യങ്ങളുണ്ടാവുന്നുണ്ട്. ഫോൺ കോൾ ഡെലിവറി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവർ കോൾ ചെയ്യും. ഒരു കസ്റ്റമറായാലും പുതിയ കസ്റ്റമറായാലും പഴയ കസ്റ്റമറായാലും വരാൻ സൗകര്യക്കുറവും കാര്യങ്ങളും ഉണ്ടല്ലോ. ഈ കൊറോണ സമയത്തൊക്കെ ഇഷ്ടംപോലെ ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലായിടവും സെയിൽ കുറവായിരുന്നു. കൂടുതലും ഡെലിവറിയാണ് സെയിൽ കൂടുതൽ വരുന്നത്. കാരണം ആരും ഷോപ്പിൽ വരത്തില്ല, കൊറോണ ആയിട്ട് പകുതി നേരം അടച്ചിട്ടേക്കും, തെല്ലിനോട് വരാൻ പറ്റത്തില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും ഫോൺ കോളാണ് ചെയ്യുന്നത്. ഫോൺ കോൾ ചെയ്യുമ്പോൾ അവർ അവിടെ ഒരു എഴുതി വെച്ച് ഒരു ലിസ്റ്റ് കാണും അവരുടെ. അവർക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് മാത്രം അവരുടെ കാണും. കാരണം വീട്ടിൽ നിന്ന് അവർ നോക്കിയിട്ട് കുറവുള്ള സാധനങ്ങൾ മാത്രം ഒരു ലിസ്റ്റിൽ എഴുതും. ലിസ്റ്റിൽ എഴുതിയതിന് ശേഷം നമ്മളെ ഫോൺ വിളിക്കും. ഫോൺ വിളിച്ചിട്ട് ഇന്ന സാധനങ്ങൾ, അപ്പം നമ്മളിവിടെ നോട്ട് ചെയ്യും. ഇന്ന സാധനങ്ങൾ നോട്ട് ചെയ്യും. നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉടനെ ക്ലോസ് ചെയ്യാൻ പാടില്ല. അത്രയും മതിയല്ലോ, ശരിയാണ്, ഓക്കെ. ഇനി ബില്ലടിച്ചിട്ട് മാഡത്തിനെ വിളിക്കാം, എങ്ങനെ കാര്യങ്ങളെന്ന് അന്നേരം പറയാമെന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യാം. ഇതാണ് സ്വാഭാവികമായിട്ട് എല്ലായിടും നടക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അവരെന്തൊക്കെ സാധനങ്ങൾ തന്നോ അതിൻ്റെ അകത്തില്ലാത്ത സാധനങ്ങൾ നമ്മൾ മനസ്സിൽ കാണണം. വെജിറ്റബിളിൽ ഒരൈറ്റം അവർ തന്നിട്ടുണ്ടെങ്കിൽ ബാക്കി വെജിറ്റബിളിൽ ഐറ്റത്തിൽ ബാക്കി അവരോട് നമ്മൾ ലാസ്റ്റിൽ പറയണം, ഇടയ്ക്ക് പറയരുത്. അവർ പറയേണ്ട സാധനങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ആ ലിസ്റ്റിൽ നോക്കിയിട്ട് എല്ലാ സെക്ഷനിൽ നിന്നും ഒരു സാധനം ഉള്ളെങ്കിൽ ഏതെങ്കിലും അവിടെ തന്നെ ഒരു 2 സാധനം 3 സാധനം കയറ്റാനുള്ള ഐറ്റങ്ങൾ അവിടെ പറഞ്ഞു കൊടുക്കണം, മനസ്സിലായി. ഇപ്പം പ്രൊഫഷണലാണെങ്കിലും പ്രൊഫഷണൽ പുട്ട് പൗഡർ കർപ്പൂരം വരെ അവിടെ തന്നെ ഉണ്ട്, പൊടി ഐറ്റങ്ങളെല്ലാം ഉണ്ട്. ചിലപ്പോൾ അവരൊരു പുട്ടുപൊടിയായിരിക്കും, അല്ലെങ്കിൽ ഒരു വെളിച്ചെണ്ണയായിരിക്കും, അല്ലെങ്കിൽ ഒരു ഉപ്പായിരിക്കും. പക്ഷേ നമ്മൾ അവിടുത്തെ സാധനങ്ങൾ ചോദിക്കണം. ഉപ്പ് മാത്രം എടുപ്പിച്ചപ്പോൾ ഉപ്പെടുത്ത് ഓക്കെ, വേറൊന്നും വേണ്ടേ മാഡം, പുട്ടുപൊടി, ഇഡലിപ്പൊടി, മറ്റേ പൊടി, വെളിച്ചെണ്ണ, ഗീ, നെയ്യ്, ഇതെല്ലാം നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ അവർ മറന്നുപോയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ നമ്മളോട് ചോദിക്കും. അയ്യോ ഞാനത് മറന്നുപോയല്ലോ, 2 കിലോ പുട്ടുപൊടി എടുത്തേക്ക്, ഏതാ പുട്ടുപൊടി, ഏതാ കമ്പനി, അപ്പോൾ കമ്പനിയെക്കുറിച്ച് പറയുക. അപ്പോൾ നമ്മൾ ആ 2 പുട്ടുപൊടി എടുക്കും. അപ്പോൾ ഉപ്പിൻ്റെ അവിടെ ഒരു പുട്ടുപൊടിയായി. അപ്പോൾ അടുത്തതിൽ പിടിക്കുക. അടുത്തതിൽ നമ്മൾ ചോദിച്ച് വരും. അവരുടെ മനസ്സിൽ മറന്നുപോയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർ ചോദിക്കും. അങ്ങനെ ഓരോ ഐറ്റങ്ങൾ കൂട്ടി വരുമ്പോൾ ഈ 10 ഐറ്റം എടുക്കേണ്ടടുത്ത് 20 ഐറ്റമായി, മനസ്സിലായില്ലേ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സെയിൽ കൂടണം, അത് മാത്രമേ നമുക്കുള്ളൂ. നമുക്ക് എടുക്കുന്ന കസ്റ്റമർ തിരിച്ച് നമ്മുടെ ഷോപ്പിൽ തന്നെ വരികയും വേണം. നല്ല ഇതുമായിരിക്കണം, ഇമ്പ്രൂവ്മെൻറ്റും കിട്ടണം, കസ്റ്റമറുമായിട്ടുള്ള ഡീലിങ് എല്ലാം നമുക്ക് നല്ലതായിരിക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ വാ തുറന്ന് സംസാരിക്കുക. പിന്നെ ചിലവർ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചിലവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, അവർ റിഫ്യൂസ് ചെയ്യാം. കാരണം
ഇല്ല ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങൾ എടുത്തോളാം, ഞങ്ങളുടെ പുറകെ വരണ്ട എന്ന് പറഞ്ഞാൽ ഓക്കെ, ലീവ് ഇറ്റ്, നോ പ്രോബ്ലം. നിങ്ങൾ അവരെ പ്രഷർ ചെയ്യാനും വേണ്ട, ഒന്നും വേണ്ട. അവർക്ക് ആവശ്യമുള്ളത് അവരെടുക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളെടുത്ത് ചോദിക്കുക, നിങ്ങളത് എടുത്തു കൊടുക്കുക. അവിടെ പ്രഷർ കൊടുത്താൻ പോരുത്. ഒരാൾ പോയാൽ, ഒരാൾ അങ്ങനെ പോയാൽ ബാക്കി പുറേ 2 പേര് നമുക്ക് കിട്ടും. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മനസ്സിലായില്ലേ? സെയിൽസ് സ്റ്റാഫുകളായാലും സെയിൽസ് ബോയ്കളായാലും കൗണ്ടറിൽ നിൽക്കുന്നവരായാലും എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ഐറ്റം എടുക്കാൻ വരുന്നവരെ കൊണ്ട് 2 ഐറ്റമെങ്കിലും മാക്സിമം എടുപ്പിക്കുക. മനസ്സിലായില്ലേ? പിന്നെ കട്ടിങ് സമയത്ത്, കട്ടിങ് മീൻസ് ഫ്രൂട്ട്സ് ഉണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾ കട്ടിങ് വരും. ഈ കറക്റ്റ് 1 കിലോ കട്ട് ചെയ്യാൻ പാടില്ല. എപ്പോഴും നമ്മളൊരു 50 ഗ്രാം 100 ഗ്രാം കൂട്ടി വെച്ച് കട്ട് ചെയ്യാവും. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മേഡം 100 ഉണ്ട്, 100 ഗ്രാം കൂടുതലുണ്ട്, അല്ലെങ്കിൽ 50 ഗ്രാം കൂടുതലുണ്ട്, എടുത്തു. മുറിക്കുന്നതിന് കുഴപ്പമില്ല, നമുക്ക് മുറിക്കുന്നതിന് കുഴപ്പമില്ല. ഒരു ഇച്ചിരി കൂടെ കൂട്ടിയാൽ മുറിച്ചാൽ മതി. നമ്മൾ 1 കിലോ കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് മുറിക്കുവാണെങ്കിൽ 1 കിലോയുടെ മുറിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ കട്ടിങ്ങിൽ അങ്ങനെ ശ്രദ്ധിക്കുക. മനസ്സിലായില്ല? കറക്റ്റ് 1 കിലോ തന്നെ കട്ട് ചെയ്ത് കൊടുക്കേണ്ടവർക്ക്, കർശനം പിടിക്കുന്നവർക്ക് മാത്രം നമ്മൾ അതനുസരിച്ച് മുറിക്കുക. ഓക്കെ, ചിലപ്പം പറയണം നമ്മൾ ഒരു ചേന മുറിച്ചാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐറ്റം മുറിക്കുന്ന ഐറ്റങ്ങൾ, വെജിറ്റബിളിൽ എന്തെങ്കിലും മുറിക്കുന്ന ഐറ്റങ്ങളായാലും, മറ്റേ അലുവ അങ്ങനെയുള്ള കാര്യങ്ങളായാലും, ഡ്രൈ ഫ്രൂട്ട്സിൽ എന്തെങ്കിലും മുറിക്കുന്ന ഐറ്റങ്ങളായാലും, എന്തായാലും നമ്മൾ ഒരു 1 കിലോ പറയും, അല്ലെങ്കിൽ 1.5 കിലോ പറയും, അല്ലെങ്കിൽ 2 കിലോ പറയും. കാരണം അതിനൊരളവ് അവിടെ നിന്ന് ഉള്ളായിരിക്കണം, ഒരാളായിരിക്കണം അവിടെ. കാരണം മുറിക്കുമ്പോൾ നമ്മൾ പറയണം, സാറേ കറക്റ്റ് 1 കിലോ തന്നെ വരുമെന്ന് അറിയില്ല, ചിലപ്പോൾ എന്തായാലും ഇച്ചിരി ഒന്ന് കൂടും, 100 120 100 150 ഒക്കെ ചിലപ്പോൾ വരും, കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കും. കറക്റ്റ് 1 കിലോ ആയിട്ട് മുറിക്കാൻ പറ്റത്തില്ല. നമുക്കൊരു കാരണവശാലും ആർക്കും ഒരു 100% ആൾക്കാർക്ക് കറക്റ്റ് 1 കിലോ ആയിട്ട് അളവ് മുറിക്കാൻ പറ്റും. ബാക്കി 99% ആൾക്കാർക്ക് 150 100 ഒക്കെ വരും മുറിച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പറയാം, സാറേ 1 കിലോ ആയിട്ട് കറക്റ്റായിട്ട് മുറിക്കാൻ പറ്റില്ല, ചിലപ്പോൾ 150 100 ഒക്കെ ചിലപ്പോൾ വരുമായിരിക്കും, കുഴപ്പമില്ലല്ലോ, ശരി മുറിക്കാൻ പറയും. അപ്പോൾ നമ്മളൊരു 1 കിലോ കറക്റ്റായിട്ട് ആക്കിയിട്ട് നമുക്കറിയാമല്ലോ, 1 കിലോ മുറിക്കുമ്പോൾ നമുക്ക് ഒരു പിച്ചാത്തിയുടെ ഒരളവ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു വട്ടം മുറിച്ച് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും. അപ്പം നമ്മൾ ആ 1 കിലോ മുറിച്ചതിന് ശേഷം ഒരു സെക്കൻഡ് കൂടെ ഒരു ഇച്ചിരി നീളോടെ കൊച്ചു കഴിഞ്ഞാൽ കറക്റ്റ് മുറിക്കുമ്പോൾ 1 കിലോ വന്നിടത്ത് 100 വരും. അപ്പം 100 ഗ്രാം കൂടെ എക്സ്ട്രാ കയറി. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു 10 കസ്റ്റമർ കയറി കഴിഞ്ഞാൽ ഈ അലുവ അങ്ങ് തീരും, അല്ലെങ്കിൽ ഈ സാധനം അങ്ങ് തീരും. കറക്റ്റ് 1 കിലോ വെച്ച് മുറിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഈ വേസ്റ്റ് വരും. അങ്ങനെയാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. മനസ്സിലായില്ലേ? വെജിറ്റബിളിലായാലും ഡ്രൈ ഫ്രൂട്ട്സിലായാലും മുറിക്കുന്ന ഐറ്റങ്ങൾ കറക്റ്റായിട്ട് 100 150 മുറിപ്പിക്കുക. മനസ്സിലായില്ലേ? അത് കസ്റ്റമർക്ക് കൊടുക്കുകയും വേണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ മുറിച്ച് ലാസ്റ്റ് വരുമ്പോൾ ഇതിൻ്റെ എല്ലാം കുറച്ച് പീസുകളാണ്, എല്ലാം കൂടെ 1 കിലോ കാണും. പക്ഷേ നമ്മൾ ഈ 5 കിലോ അലുവ എടുക്കുന്നിടത്ത് നമുക്ക് ഈ 1 കിലോ അലുവയുടെ പൈസ ആയിരിക്കും നമുക്ക് ലാഭം കിട്ടുന്നത്. പക്ഷേ അതെല്ലാം വേസ്റ്റ് ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എന്തോ അതിൻ്റെ അത് ബെനിഫിറ്റ്? ഒരു ബെനിഫിറ്റും ഇല്ല. അപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യണം. കാരണം അവരെ ചിരിച്ചുകൊണ്ടേ നമ്മൾ എപ്പോഴും സംസാരിക്കാം. നമ്മൾ ഒരിക്കലും മുഖം ഇങ്ങനെ വെച്ചുകൊണ്ട് സംസാരിക്കാൻ പാടില്ല. നമ്മൾ ചിരിച്ച് നമ്മൾ വേണം. 1 കിലോ കറക്റ്റായിട്ട് കിട്ടില്ല, ചിലപ്പോൾ 100 ആവും, കുഴപ്പമില്ലല്ലോ, ഓക്കെ ശരിയെന്നാൽ മുറിച്ചു, അങ്ങനെ വേണം നമ്മൾ അവരോടത്ത് സംസാരിച്ച് അവരെ ചെയ്യാം. എന്നിട്ട് അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ വേറെയും ചോദിക്കണം. അലുവ മാത്രം മേടിക്കാൻ വേറെ അലുവ മാത്രം കൊടുത്താൽ പോരാ. അവിടെ ലഡു ഇരിപ്പുണ്ട്, ജിലേബി ഇരിപ്പുണ്ട്, ഡ്രൈ ഫ്രൂട്ട്സിൽ അണ്ടിപ്പരിപ്പുണ്ട്, ഡേറ്റ്സ് ഉണ്ട്, കിസ്മിസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും അവിടെ ഇരിപ്പുണ്ട്. അതെല്ലാം വേണമെന്ന് അവരോട് ചോദിക്കുക. ചിലപ്പോൾ എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ, ഇല്ലെങ്കിൽ ഇല്ല. മനസ്സിലായില്ലേ? പിന്നെ പുതിയതായിട്ട് എന്തെങ്കിലും പ്രൊഡക്റ്റ് കാര്യങ്ങൾ എന്തെങ്കിലും വരുവാണ്, അത് നമ്മൾ ഏതൊരു കസ്റ്റമർ വന്നാലും നമ്മുടെ സെഷനിൽ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് വരുവാണെങ്കിൽ ഏതൊരു കസ്റ്റമർ വന്നാലും നമ്മളവരെ പറയണം. കാരണം ഇന്ന് വന്ന പ്രൊഡക്റ്റാണ്, ഇത് നമ്മുടെ പ്രൊഡക്റ്റാണ്, നമ്മുടെ കൈ കൊണ്ട് നമ്മുടെ ഇതിലുണ്ടാക്കുന്ന ബോർമേലുണ്ടാക്കുന്ന സാധനമാണെങ്കിൽ നമ്മുടെ ബോർമേലുണ്ടാക്കുന്ന സാധനം. ഓക്കെ, അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി, ഇത് നമ്മുടെ ബോർമേലുണ്ടാക്കുന്നതാണ്, ഫ്രഷ് ഐറ്റമാണ്, ആഴ്ചയിൽ ഇത്ര ദിവസമേ ഇത് വരത്തുള്ളൂ. അല്ലെങ്കിൽ കൂണായാലും അല്ലെങ്കിൽ ബിരിയാണി ആയാലും, നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ബിരിയാണി ആയാലും ചിലവരടുത്തുണ്ട്, പാഴ്സലുണ്ട്. മനസ്സിലായില്ലേ? ചിലവരത് എടുക്കും. ഒരു വട്ടം എടുത്ത് കഴിച്ചതിന് ശേഷം അവർ നോക്കിയിട്ട് കൊള്ളാം, കുഴപ്പമില്ല, പിന്നെ അവർ ബിരിയാണിക്ക് വരും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള പുതിയ പ്രോഡക്റ്റുകൾ നമ്മൾ വരുന്ന കസ്റ്റമറെ നമ്മൾ പറയണം. പറഞ്ഞു കഴിഞ്ഞാലേ അവർക്ക് അതിനൊരു, അല്ലാതെ അവർ ചോദിക്കുന്നത് എടുത്ത് കൊടുക്കുന്നു, പിന്നെ ഒന്നും മിണ്ടുന്നില്ല, പിന്നെ അങ്ങോട്ട് നോക്കിയിരുന്നു ഇങ്ങോട്ട് നോക്കിയിരുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നിടത്താണ് സെയിൽ കൂടുതലും കുറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ സെയിൽസ് പീരീഡിൽ
വർക്ക് ചെയ്യുന്ന സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ബോയ് ആയാലും ഗേൾ ആയാലും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.